السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 243 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മളെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ എല്ലാവർക്കും രണ്ട് ലോകത്തും അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 243 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ലു ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. ലമ്മാ ഫതഹു മതാഅഹും വജദു ബിളാഅതഹും റുദ്ദത് ഇലൈഹിം قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير. قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل. قال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت عليه فليتوكل المتوكلون. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 64 മുതൽ 69 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 13-ാമത്തെ ജുസ്ഇൽ 243 പേജ്. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഭക്ഷ്യധാന്യം വാങ്ങാൻ അടുത്ത പ്രാവശ്യം ഈജിപ്തിലേക്ക് വരുമ്പോൾ ബെന്യാമീനെയും കൂട്ടി വരണമെന്നാണ് മഹാനവറുകൾ സഹോദരന്മാരോട് പറഞ്ഞിരുന്നത്. ഈ വിഷയമാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. ബാപ്പാനോട് ഞങ്ങൾ അക്കാര്യം പറയാമെന്നും പരമാവധി കൂടെ കൂട്ടാൻ തന്നെ ശ്രമം നടത്താമെന്നും സഹോദരന്മാർ മറുപടി പറഞ്ഞത് നമ്മൾ കണ്ടു. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി ബാപ്പാനോട് വിഷയം അവതരിപ്പിച്ചു. ബെന്യാമീനെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ഇനി ഭക്ഷ്യധാന്യങ്ങൾ തരില്ല എന്ന് ഈജിപ്തിലെ മന്ത്രി പറഞ്ഞ കാര്യം പറഞ്ഞു. പക്ഷേ യാക്കൂബ് നബി അലൈഹി സ്വലാം എങ്ങനെയാണ് അവർ വിശ്വസിക്കുക? 12-ാമത്തെ ആയത്തിൽ കണ്ട പോലെ മുമ്പ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കളിക്കാൻ കൊണ്ടുപോയപ്പോഴും നേരെ സംരക്ഷിച്ചു കൊള്ളാം, സൂക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ബെന്യാമീനെ ഞങ്ങൾ നന്നായി ശ്രദ്ധിക്കുമെന്ന് പറയാൻ ഇവിടെ പ്രയോഗിച്ച അതേ വാചകം തന്നെയാണ് പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും പറഞ്ഞത്. 12-ാമത്തെ ആയത്ത് എന്താണ്? അർസിൽഹു മഅനാ ഗദൻ യർതഉ വയൽഅബു വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇവിടെ 63-ൽ പറഞ്ഞതോ ഫാർസിൽ മഅനാ അഖാനാ നക്തൽ വഇന്നാ ലഹു ലഹാഫിളൂൻ. സെയിം പദം, വഇന്നാ ലഹു ലഹാഫിളൂൻ. എന്നിട്ട് അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടല്ലോ. ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം. ആ പിതാവ് ചോദിച്ചു, നിങ്ങളുടെ അനുജൻ യൂസുഫിൻ്റെ കാര്യത്തിൽ പണ്ട് ഇതേപോലെയുള്ള പല ഉറപ്പുകളും തന്നപ്പോൾ ഞങ്ങളെ കൂടെ അയച്ചു. അതിൻ്റെ ഫലമായി ഇക്കാലം അത്രയും നിങ്ങളെന്നെ കണ്ണീര് കുടിപ്പിച്ചു. ഇനി ഇവനെ കൊണ്ടുപോയാലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക? അങ്ങനെയല്ല ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് നിങ്ങളുടെ ഉറപ്പ് പോകട്ടെ, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ വിശ്വാസമർപ്പിച്ച് എന്തെങ്കിലും ഞാൻ ചെയ്യാം. ഇതിപ്പോൾ ഒരു അത്യാവശ്യ കാര്യമാണല്ലോ. ഭക്ഷ്യധാന്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ഞാൻ
റബ്ബിൽ ഭരമേൽപ്പിച്ച് ഞാൻ നിങ്ങളെ കൂടെ പറഞ്ഞേക്കാം. നിങ്ങളുടെ വാക്ക് എനിക്ക് വിശ്വാസമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ കാവലിലും കാരുണ്യത്തിലും എനിക്ക് തികച്ചും വിശ്വാസമുണ്ട് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. ആ ഒരു പറച്ചിലിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ബെന്യാമിനെയും കൂടെ പറഞ്ഞേക്കാം എന്ന് സമ്മതിക്കുകയാണ്. നോക്കൂ 64-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ൽ വല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. ഖാല യാഖൂബ് നബി അലൈഹി സ്വലാം പ്രതികരിച്ചു, ഹൽ ആമനുകും, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ, അലൈഹി ബിന്യാമിനെ കുറിച്ച്, ബിന്യാമിന്റെ കാര്യത്തിൽ, ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ലു, മുമ്പ് ഇവന്റെ സഹോദരൻ യൂസുഫിനെ പറ്റി നിങ്ങളെ വിശ്വസിച്ചതുപോലെ അല്ലാതെ ഇവന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ? എന്നിട്ട് മുമ്പ് പറയാണ് ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, ആവട്ടെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനായ സംരക്ഷകൻ, അള്ളാഹുവിൽ പരമേൽപ്പിച്ച് ഞാൻ നിങ്ങളെ കൂടെ പറഞ്ഞാക്കാൻ റെഡിയാണ്, കാരണം ഭക്ഷണം കിട്ടിയാലേ തീരൂ. അല്ലാഹു ഖൈറുൻ ഹാഫിളാ, അള്ളാഹുവിന് ഏറ്റവും ഉദാത്തമായ സംരക്ഷകൻ. വഹുവ അർഹമുർ റഹീമീൻ, കാരുണ്യവാരൻ പരമകാരുണികനും അവൻ തന്നെയാണ്. പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം കൊണ്ടുപോയപ്പോൾ മധുരതരമായ വാക്കുകൾ പറഞ്ഞ് വഞ്ചിച്ച ആളുകളാണ് നിങ്ങൾ, അതുപോലെ ഇതും ഒരു കെണിയല്ല എന്ന് ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇതാണ് മഹാനവറുകൾ ചോദിക്കുന്നത്. ഏതായാലും മക്കൾ അതിസമർത്ഥമായി വിഷയം പറഞ്ഞപ്പോൾ അവരുടെ താല്പര്യത്തിനെതിരെ പറയാൻ മഹാനവർക്ക് കഴിഞ്ഞില്ല. സത്യത്തിൽ ബെന്യാമിനെ കാണാതിരിക്കുക എന്നത് മഹാനവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്, വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. മക്കൾ അവനെ സുരക്ഷിതമായി കൊണ്ടുവരുമെന്നൊരു ഉറപ്പിട്ടില്ല താനും. നിങ്ങളുടെ കൂടെ ബെന്യാമിനെ അയച്ചു തരാം എന്ന് പിതാവ് സമ്മതിച്ചു എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ അള്ളാഹു മാനവർക്ക് ബോധനം നൽകിയത്രേ, എൻ്റെ അന്തസ്സും പ്രൗഢിയും തന്നെ സത്യം, 2 പ്രാവശ്യവും നിങ്ങൾ എൻ്റെ മേൽ കാര്യങ്ങൾ പരമേൽപ്പിച്ചത് കൊണ്ട് 2 മക്കളെയും താങ്കൾക്ക് നാം തിരിച്ചു തരുന്നതാണ്. ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റി മഹാനവറുകൾ നിരാശപ്പെട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. 87-ാം ആയത്തിൽ എന്നത് കൃത്യമായി പറയുന്നുണ്ട്. അല്ലാത്ത നിരാശയൊന്നും മഹാനവർക്ക് ഉണ്ടായിരുന്നില്ല, തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നത്തിൻ്റെ പൊരുൾ യാഥാർത്ഥ്യമാകുകയും വേണമല്ലോ. അപ്പം അതിനുള്ള വഴികളും ഒരുങ്ങുണ്ട്. അപ്പം എന്തെങ്കിലും സംഭവിക്കും, മഹാനവർക്ക് അതറിയാം. നമുക്ക് 65-ാമത്തെ ആയത്ത്. ഈജിപ്ത് യാത്ര കഴിഞ്ഞ് വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞ ശേഷം സാവകാശം അവർ ചരക്ക് കെട്ടുകൾ അഴിച്ച് സാധനങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങി. കൊണ്ടുവന്ന സാധനങ്ങൾ പുറത്തേക്ക് എടുക്കാം. പക്ഷേ ആ കാഴ്ച കണ്ടപ്പോൾ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ചരക്കുകൾ വാങ്ങിയതിന് അങ്ങോട്ട് കൊടുത്ത സംഖ്യ ഇതാ സാധനങ്ങൾക്കിടയിൽ കിടക്കുന്നു. ഈജിപ്തില് അവർക്ക് ലഭിച്ച മാന്യമായ സ്വീകരണങ്ങൾക്ക് പുറമേ ഇതും കൂടി കണ്ടപ്പോൾ വലിയ ആശ്ചര്യം, ആഹ്ലാദം തോന്നി അവർക്ക്. അടുത്ത തവണ പോകുമ്പോൾ സഹോദരനെ കൂടെ അയച്ചു കൊടുക്കാൻ പിതാവിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും അവർ ഈ സംഭവം ഉപയോഗിക്കുകയാണ്. അവർ യാക്കൂബ് നബിയോട് പറഞ്ഞു, വാപ്പ അലൈഹിസ്സലാം, വാപ്പ എന്തൊരു ഔദാര്യമാണ് ഈജിപ്തിലെ രാജാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്, ഇതിലപ്പുറം ഇനി എന്തു തെളിവ് വേണം? ഇതാ ഞങ്ങൾ കൊണ്ടുപോയ നാണയങ്ങൾ അത്രയും അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണം, നമുക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവരാമല്ലോ, ബെന്യാമിനെ കൂടെ ഞങ്ങളെ കൂടെ അയച്ചു തരണം എന്ന് ഞങ്ങൾ വീണ്ടും ഉണർത്തുകയാണ്. ഇങ്ങനെയാണ് വാപ്പനോട് ഈ അവസരം മുതലെടുത്ത് പറയുന്നത്. അവനെ ഞങ്ങൾക്ക് ശരിക്കും സംരക്ഷിക്കാം, അവനില്ലാതിരുന്നാൽ ഭക്ഷ്യവസ്തുക്കൾ കിട്ടുകയില്ല, ആദ്യ പ്രാവശ്യത്തേക്കാൾ ഒരാളുടെ വിഹിതം കൂടി അധികം കൊണ്ടുവരികയും ചെയ്യാലോ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരാളുടെ കൂടി ഭക്ഷ്യസാധനങ്ങൾ അനുവദിച്ചിരിക്കുക എന്നത് ആ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര കാര്യമാണ്, അതുകൊണ്ട് ബെന്യാമിനെ അയച്ചു തരണം. നോക്കൂ 65-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ ഫതഹു മതാഅഹും വജദൂ ബിളാഅതഹും റുദ്ദത് ഇലൈഹിം ഖാലൂ യാ അബാനാ മാ നബ്ഗി ഹാദിഹി ബിളാഅതുനാ റുദ്ദത് ഇലൈനാ വനമീറു അഹ്ലനാ വനഹ്ഫദു അഖാനാ വനസ്ദാദു കൈല ബഈർ ذلك കൈലു യസീർ. വലമ്മാ ഫതഹു, അങ്ങനെ അവർ തുറന്നപ്പോൾ, മതാഅഹും അവരുടെ സാധനങ്ങൾ തുറന്നപ്പോൾ, വജദു അവർ കണ്ടെത്തി, ബിളാഅതഹും അവർ കൊടുത്ത കാശ് പൈസ, റുദ്ദത് ഇലൈഹിം അവർക്ക് തന്നെ തിരിച്ചു നൽകപ്പെട്ടതായി അവർ കണ്ടെത്തി. ആശ്ചര്യം കൊണ്ട് അവർ പറഞ്ഞു, ഖാലു വാപ്പ, യാ അബാന ഞങ്ങളുടെ വാപ്പ, മാ നബ്ഗി എന്ത് ഔദാര്യമാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുക, ഇതിലപ്പുറം എന്ത് ഔദാര്യമാണ് ഇനി പ്രതീക്ഷിക്കുക? മാനബക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം നമുക്ക് എന്താണ് വേണ്ടത്? നമ്മളൊക്കെ പലപ്പോഴും സംസാരത്തിനുവേണ്ടി പറയല്ലേ, ഇതിലപ്പുറം എന്ത് വേണം എന്നൊക്കെ പറയാറില്ലേ? കണ്ട അത്ഭുതം കൊണ്ട് പറയാം.
ഇതിനപ്പുറം ഇനി എന്ത് ഔദാര്യമാണ് നാം പ്രതീക്ഷിക്കേണ്ടത്? ഇതിനപ്പുറം നമുക്ക് എന്താണ് ഇനി വേണ്ടത്? ഹാദിഹി ഇതാ ബിളാഅത്തുന, നമ്മൾ കൊടുത്ത പൈസ റുദ്ദത്തുലൈന നമ്മളൊക്കെ തിരിച്ചു തന്നിരിക്കുന്നു. ഹാദിഹി ബിളാഅത്തുന റുദ്ദത്തുലൈന, ഇതാ നാം കൊടുത്ത ചരക്കുകളുടെ വില ഇങ്ങോട്ട് തന്നെ തിരിച്ചു മടക്കി തന്നിരിക്കുന്നു. എന്നിട്ട് അവർ പറയാണ് വനമീറു അഹ്ലന, ഇനിയും ഞങ്ങൾ കുടുംബത്തിന് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാം. നമീറു എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരിക. വനമീറു അഹ്ലന, ഇനിയും ഞങ്ങൾ കുടുംബത്തിന് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാം. വനഹ്ഫദു അഖാന, അനുജനെ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യാം. വനസ്ദാദു കൈല ബഈരിൻ, ഒരു ഒട്ടകം ചുമക്കുന്ന അളവ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതുമാണ്. ഒരാളുകൾ പോയ ആൾക്കുള്ള വീതങ്ങളും കിട്ടുമല്ലോ. വനസ്ദാദു, അധികം കിട്ടുകയും ചെയ്യും നമുക്ക്. കൈല ബഈരിൻ, ഒട്ടകത്തിൻ്റെ അളവ്, ഒരൊട്ടകം ചുമക്കുന്ന അളവ് നടത്തും. ദാലിക, അത് കൈലുൻ യസീർ, വളരെ നിസ്സാരമാണ് രാജാവിന്. അസീസിന് അത് വളരെ നിസ്സാരമാണ്. രാജാവിന് തീരെ പ്രയാസമില്ലാത്ത അളവാണ്. എന്നാൽ ഓരോ ഒട്ടകത്തിൻ്റെ അത്രയും ഭക്ഷണം തരിക എന്നുള്ളത് രാജാവിനെ സംബന്ധിച്ച് ഒരു പ്രയാസമല്ല. ദാലിക കൈലുൻ യസീർ, അസീസിന് അത് വളരെ നിസ്സാരമാണ്. പെട്ടെന്നങ്ങ് ബിന്യാമിനെ പറഞ്ഞാക്കാൻ വാപ്പ സമ്മതിക്കൂല എന്ന് 10 സഹോദരങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മഹാനവരുടെ മനസ്സ് മാറ്റുന്ന രൂപത്തിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യ സംസാരത്തിൽ തന്നെ ഞങ്ങൾ ശരിക്കും സംരക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. വനഹ്ഫദു അഖാന, അല്ലേ? വനസ്ദാദു കൈല ബഈർ, ഞങ്ങൾക്കൊരു ഒട്ടകത്തിൻ്റെ അളവ് കൂടുതൽ ലഭിക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒട്ടകമായിരുന്നു അവരുടെ വാഹനം എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരൊട്ടകം ചുമക്കുന്ന ധാന്യമായിരുന്നു ഈജിപ്തിൽ നിന്ന് വിതരണം നടത്തിയിരുന്നത് എന്നും മനസ്സിലാക്കാം. 66-ാമത്തെ യാത്രയ്ക്ക് കടക്കാം. ഏതായാലും ഇത്രയൊക്കെ ആയപ്പോഴേക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാം ബിന്യാമീനെ അയച്ചു കൊടുക്കാൻ സന്നദ്ധനായി. അയക്കാതിരിക്കാനൊന്നും വൃത്തിയുമില്ല എന്ന് ബോധ്യപ്പെട്ടു. കാരണം ഭക്ഷണ സാധനങ്ങൾ വേണമല്ലോ. പക്ഷെ എന്നാലും അവനെ വെറുതെ അങ്ങോട്ട് അവരൊപ്പം വിട്ടാൻ പറ്റില്ല. ചില ഉറപ്പുകൾ അവൻ്റെ കാര്യത്തിൽ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ വാപ്പ പറഞ്ഞു, അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. അള്ളാഹുവിനെ പിടിച്ചിട്ട് ഉറപ്പ് തരണം. എങ്കിലും അവനെ ഞാൻ നിങ്ങളോടൊപ്പം പറഞ്ഞേക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അയക്കൂല എന്ന് തീർത്തു പറഞ്ഞു. ഈ ആവശ്യമനുസരിച്ച് ആ മക്കൾ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ പേരിൽ ഉടമ്പടി ചെയ്തു. ഞങ്ങൾ എന്താണ് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ ആ ഉടമ്പടിക്ക് അള്ളാഹുവിനോട് സാക്ഷിയാക്കുകയും ചെയ്തു. അവനിൽ ഭരമേൽപ്പിച്ച് ബിന്യാമീനും അടുത്ത പ്രാവശ്യം പോയിക്കോട്ടെ എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം സമ്മതിക്കുകയും ചെയ്തു. മുമ്പുണ്ടായ അനുഭവം പോലെയല്ല അവരിപ്പോൾ. അവർക്ക് ദുരുദ്ദേശമൊന്നുമില്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന പോലെ ബിന്യാമീനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ദുരുദ്ദേശമൊന്നും അവർക്കില്ല. അന്ന് അവിവേകികളായ യുവാക്കളായിരുന്നു അവർ. ഇന്നിപ്പോൾ 10-20 കൊല്ലം കൊണ്ട് വലിയ മനുഷ്യന്മാരായിട്ടുണ്ട്. പക്വതയുള്ള വിവേകമുള്ള ആളുകളായിട്ടുണ്ട്. ശരിക്കും ബിന്യാമിനെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. നോക്കൂ 66-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ലൻ ഉർസിലഹു മഅക്കും ഹത്താ തുഅ്തൂനി മൗസിഖൻ മിനല്ലാഹി ലതഅ്തുന്നനി ബിഹി ഇല്ലാ അൻ യുഹാത ബിക്കും ഫലമ്മാ ആതൗഹു മൗസിഖഹും ഖാല അല്ലാഹു അലാ മാ നഖൂലു വകീൽ. ഖാല, യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ലൻ ഉർസിലഹു മഅക്കും, ഞാൻ ബിന്യാമീനെ നിങ്ങളുടെ കൂടെ അയക്കുകയേ ഇല്ല. ലെന്നിട്ട് പറഞ്ഞ അങ്ങനെയാണല്ലോ, അയക്കുകയേ ഇല്ല. ഹത്താ തുഅ്തൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുവരുന്നത് വരെ. മൗസിഖൻ മിനല്ലാഹ്, അള്ളാഹുവിനെ പിടിച്ചൊരു ഉടമ്പടി. ഹത്താ തുഅ്തൂനി മൗസിഖൻ മിനല്ലാഹ്, അവനെ എൻ്റെ അടുത്ത് തിരിച്ചെത്തുമെന്ന്, ലതഅ്തുന്നനി ബിഹി, അവനെ എൻ്റെ അടുത്ത് തിരിച്ചെത്തിക്കുമെന്ന് അള്ളാഹുവിനെ പിടിച്ച് ഉടമ്പടി ചെയ്താലല്ലാതെ, ഉറപ്പ് തന്നാലല്ലാതെ ഞാൻ അയച്ചു തരികയേ ഇല്ല. മൗസിഖ് എന്ന് പറഞ്ഞ ഉടമ്പടി എന്നൊക്കെ പറയും. എന്താണ് ഉടമ്പടിയിൽ ഉണ്ടാവേണ്ടത്? ലതഅ്തുന്നനി ബിഹി, തീർച്ചയായും നിങ്ങൾ അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇല്ലാ അൻ യുഹാത ബിക്കും, വല്ല ഗുരുതര വിപത്തും സംഭവിച്ചാലൊഴികെ, അത്യാഹിതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാലൊഴികെ. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലാത്ത അവസരങ്ങളിലൊക്കെ നിങ്ങൾ അവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താക്കണം? അള്ളാഹുവിൻ്റെ പേരിൽ ഒരു ഉടമ്പടി നിനക്ക് തരണം. ഇല്ലാ അൻ യുഹാത ബിക്കും എന്ന് പറഞ്ഞാൽ വല്ല ഗുരുതര വിപത്തിലും കുടുങ്ങിയാലൊഴികെ, നിങ്ങളെ മൊത്തം പിന്നെ വലയം ചെയ്യപ്പെട്ടാലൊഴികെ എന്നല്ല വാക്കർത്ഥം. നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പെട്ടാലൊഴികെ എന്നർത്ഥം. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? അത് അവരെ കൺട്രോളിൽപ്പെട്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഫലമ്മാ ആതൗഹു മൗസിഖഹും, അങ്ങനെ പിതാവിനോട് അവർ ഉടമ്പടി ചെയ്തപ്പോൾ, ഉറപ്പ് കൊടുത്തപ്പോൾ, ഖാല, യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹു അലാ മാ നഖൂലു വകീൽ, നമ്മളീ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ്. നമ്മളീ പറയുന്ന ഉടമ്പടിക്ക് അള്ളാഹു സാക്ഷിയാണ്. നമ്മളീ പറയുന്നതിന് മേൽ അള്ളാഹു സാക്ഷിയാണ്. നോക്കാം 67-ാമത്തെ ആയത്ത്. ബിന്യാമീൻ ഉൾപ്പെടെ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ 11 മക്കൾ ഇനി ഈജിപ്തിലേക്ക് 2ാം പ്രാവശ്യം പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ആ സമയം വാപ്പ അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. മക്കളെ, നിങ്ങൾ
ഈജിപ്തിൻ്റെ പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ ഒറ്റ കവാടത്തിലൂടെ കടക്കരുത്, ഒറ്റ വാതിലൂടെ എല്ലാവരും കൂടി കിടക്കരുത്, വ്യത്യസ്ത വാതിലുകളിലൂടെ കിടക്കണം. ഈ 11 പേരും നല്ല ചുറുക്കുള്ള ആളുകളായിരുന്നു, നല്ല സൗന്ദര്യവും ഭംഗിയും ഒക്കെ ഉള്ള ഒത്ത മനുഷ്യന്മാരായിരുന്നു വരും. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഭംഗി നമുക്കറിയാലോ, അങ്ങനെ സഹോദരന്മാരല്ലേ. അപ്പോൾ ഇത്രയും നല്ല ചുറുക്കുള്ള സുന്ദരന്മാരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒറ്റയടിക്ക് ഒറ്റ സംഘമായി പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാമല്ലോ, അങ്ങനെ അവർക്ക് കണ്ണേറ് തട്ടാൻ അത് കാരണമാകുമല്ലോ. ഇത് യാക്കൂബ് നബി അലൈഹി സ്വലാം പിടിച്ചു. എൻ്റെ മക്കൾ ഒന്നിച്ച് ഒരേ സമയത്ത് ഒരു വാതിലൂടെ കടന്നാൻ ചെല്ലുമ്പോൾ ആൾക്കാർക്കോട് കണ്ണ് നോക്കിയിട്ട് അവരുടെ കണ്ണേറ് തട്ടുമോ എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പേടിയായി. അതുകൊണ്ടാണ് മഹാനവറുകൾ ഇങ്ങനെ നിർദ്ദേശിച്ചത് എന്നാണ് മുഫസ്സിരീങ്ങൾ എല്ലാവരും പറയുന്നത്. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളും പറയുന്നത് അങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഇബ്നു കഅബ്, ലഹാഖ്, മുജാഹിദ്, ഖതാദ, ഈ മഹാന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്ത പരമ്പരയുടെ ഈ വിഷയം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം സയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅ. ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും ഈ അഭിപ്രായക്കാർ തന്നെയാണ്. മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നത് രണ്ടാമത്തെ അഭിപ്രായം, നല്ല ആരോഗ്യവും സുമുഖന്മാരും കാര്യപ്രാപ്തിയും ഒക്കെ ഉള്ള ചെറുപ്പക്കാരെല്ലാവരും ഒരൊറ്റ മനുഷ്യൻ്റെ മക്കളാണ് എന്നറിയുമ്പോൾ ആളുകൾക്ക് അവരോട് സ്വാഭാവികമായും അസൂയ തോന്നാനിടയുണ്ട്. അതുകൊണ്ടാണ് മഹാനവറുകൾ ഇങ്ങനെ നിർദ്ദേശിച്ചത് വേറെ വേറെ പോകാൻ. മാത്രമല്ല, 1-ാം പ്രാവശ്യത്തെ വരവിൽ രാജാവ് അവരെ നന്നായി പരിഗണിച്ചതും അവർക്ക് മാന്യമായ സൽക്കാരങ്ങൾ നൽകിയതൊക്കെ ആളുകൾക്കിടയിൽ സംസാര വിഷയമായിട്ടുണ്ട്. മാത്രമല്ല, ചരക്കുകളുടെ പൈസ വാങ്ങാതെ തിരിച്ചയച്ചതും ഭൃത്യന്മാരെ വഴി പ്രചരിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുൻപരിചയമോ പ്രത്യേക ബന്ധമോ ഒന്നുമില്ലാതെ ഒരു കൂട്ടം വിദേശികളായ ആളുകൾക്ക് ഇത്രയും മുന്തിയ പരിഗണന നൽകുന്ന കാര്യത്തിൽ അസൂയക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ അസൂയക്കാരുണ്ടാവും എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അവർ ആക്രമിക്കപ്പെടാൻ വരെ അത് കാരണമായേക്കാം. അതുകൊണ്ടാണ് പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ, അസൂയയിൽ നിന്നൊഴിവാകാൻ, അക്രമങ്ങളിൽ നിന്നൊഴിവാകാൻ ഇപ്രകാരം പറഞ്ഞത് എന്നും മുഫസ്സിരീങ്ങൾ ഒരു വിഭാഗം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതായാലും ആദ്യം പറഞ്ഞതാണ് ബഹുഭൂരിഭാഗം മുഫസ്സിറുകളുടെ അഭിപ്രായം. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനാണ് മഹാനവറുകൾ മക്കളോട് വ്യത്യസ്ത വഴിയിലൂടെ പോകാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തുവെങ്കിലും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മറികടക്കാനൊന്നും അതിനാകില്ല. ഒരാഗ്രഹം അങ്ങനെയാണ് എന്ന് വെച്ചാൽ അള്ളാഹുവിനെ തീരുമാനിച്ചാൽ നടക്കായിരിക്കും, അത് നടക്കും. റബ്ബിൻ്റെ ഖുദ്റത്തും നടപടികളും വ്യക്തമാക്കുകയാണ് മഹാനവറുകൾ. അവൻ്റെ അധികാരപരിധിയിലാണ് കാര്യങ്ങൾ മുഴുവനും, എല്ലാ സൃഷ്ടികളും വസ്തുക്കളൊക്കെ അവൻ്റെ അധികാരപരിധിയിലാണ്. അവൻ്റെ തീരുമാനങ്ങളെ മറികടന്ന് കണ്ണേറ് എന്ന് മാത്രമല്ല, മറ്റെന്ത് പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മറികടന്ന് സംഭവിക്കില്ല. അതിനുശേഷം പറയുന്നു, ആയത്ത് നോക്കാം 67. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت عليه فليتوكل المتوكلون. وقال മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ബനിയ, എൻ്റെ പൊന്നുമക്കളെ, ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്, മിൻ ബാബിൻ വാഹിദിൻ, ഒരൊറ്റ വാതിലിലൂടെ, ഈജിപ്ത് പട്ടണത്തിലേക്ക് നിങ്ങൾ ഒറ്റ കവാടത്തിലൂടെ പ്രവേശിക്കരുത്. പിന്നെയോ വദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കണം, മിൻ അബ്വാബിൻ, വാതിലുകളിലൂടെ, മുതഫർരിഖത്തിൻ, വ്യത്യസ്തമായ വാതിലൂടെയാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. എന്നിട്ട് പറയാം, അമാ ഊനി അൻകും മിനല്ലാഹി മിൻ ഷൈഇൻ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള യാതൊന്നും നിങ്ങളിൽ നിന്ന് പ്രതിരോധിച്ച് നിർത്താൻ എനിക്ക് പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുക, ഇനി അള്ളാഹു തആല എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും തടുക്കാൻ എനിക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള യാതൊന്നും നിങ്ങളിൽ നിന്ന് പ്രതിരോധിച്ച് നിർത്താൻ എനിക്ക് പറ്റില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അവന്, അള്ളാഹുവിന് മാത്രമാണ് വിധിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ അധികാരശക്തി അവന് മാത്രമാണ്. അലൈഹി തവക്കൽതു, അവന് മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഅലൈഹി, അവന് മേൽ തന്നെ ഫലയതവക്കലിൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കാനുള്ള ആളുകളൊക്കെ അവൻ്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കണ്ണേറ് സത്യമാണ് എന്നാണ്. കണ്ണേറ് സത്യമാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസിൽ അതുണ്ട്. പൗത്രരായ ഹസൻ എന്നവരെയും ഹുസൈൻ എന്നവരെയും റളിയല്ലാഹു അൻഹുമ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി മന്ത്രിച്ചിരുന്നതായി ബുഖാരിയിൽ ഹദീസിലുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഇത് അംഗീകരിക്കില്ല. ചില ഉൽപ്പതിഷ്ണുക്കൾ, ചില യുക്തിവാദികൾ, ചില പുത്തൻവാദികൾ, നേതാക്കളടക്കം ഇത് നിഷേധിക്കുന്ന ആളുകളാണ്. അവർ വസ്തുതകൾക്ക് നേരെ കണ്ണു ചിമ്പുകയാണ് ചെയ്യുന്നത്. പല പുത്തൻവാദികളും അവരുടെ നേതാക്കളും ഈ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്.
യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ ചാരന്മാരാണെന്ന് ഈജിപ്തുകാർക്ക് സംശയം വരാതിരിക്കാനാണ് ഇങ്ങനെ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കാൻ യാക്കൂബിനെ ഉപദേശിച്ചത്. അതാണ് അവർ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മഹാന്മാരായ സ്വഹാബികളടക്കമുള്ള മുഫസ്സിറുകൾ ആരും പറയാത്ത അഭിപ്രായമാണിത്. അപ്പോൾ ഇവരെ നിലപാടെന്താ? അവരൊന്നും വ്യാഖ്യാനിച്ച് ശരിയല്ല, ഞങ്ങൾ പുത്തനായ ശേഖർ പറയുന്നത് മാത്രമാണ് ശരി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലേ? വല്ലാത്ത വാദം തന്നെ. അത് അവരുടെ ആ വാദങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ചാരന്മാരെ സംശയിക്കാർക്ക് വേണ്ടിയൊന്നുമല്ല അങ്ങനെ പറഞ്ഞത്. അതൊരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. കണ്ണേർ സത്യമാണ് എന്നത് നിസ്സംശയമാണ്. അത് സംശയിക്കേണ്ട കാര്യമില്ല. നിരവധി തെളിവുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ബഹുഭൂരിഭാഗം മുഫസ്സിറുകളുടെയും വ്യാഖ്യാനമനുസരിച്ച് കണ്ണേർ ഉണ്ട് എന്നതിനും അത് ഏൽക്കാം എന്നതിനും നമ്മളിപ്പോൾ പഠിച്ച ആയത്തെ തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. വലൗ കാന ശൈഉൻ സാബിഖൽ ഖദരി ലസബഖതുൽ ഐൻ, അള്ളാഹുവിൻ്റെ ഖദറിനെ മറികടക്കാൻ എന്തെങ്കിലും കാര്യത്തിന് കഴിയുമായിരുന്നെങ്കിൽ കണ്ണേർ മറികടന്നേനെ. അത്രക്കും പ്രതിഫലനമുണ്ട് എന്നർത്ഥം. അത് മനസ്സിലാക്കി തരാനാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്. പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലൊക്കെ ഒരു വേലക്കാരി, ആ വീട്ടിലൊരു വേലക്കാരിക്ക് രോഗം വന്നു, മുഖത്തൊരു മഞ്ഞളിപ്പ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവളെ നിങ്ങൾ മന്ത്രിക്കുക, അവൾക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുമതി ചോദിച്ചു, റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാഫറിൻ്റെ മക്കൾക്ക് കണ്ണേർ വേഗം ബാധിക്കുന്നുണ്ട്, ഞാൻ അവരെ അതിനുവേണ്ടി മന്ത്രിക്കട്ടെയോ? അതാണ് മുപ്പര കുട്ടികൾക്ക് എന്നാണ് പറയുന്നത്, മുപ്പത്തര കുട്ടികൾക്ക്. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, അതെ മന്ത്രിക്കാം, അള്ളാഹുവിൻ്റെ വിധിയെ വല്ലതും മുൻകടക്കുമായിരുന്നെങ്കിൽ കണ്ണേർ മുൻകടന്നേനെ, അത്രക്കും പ്രതിഫലനമുണ്ടെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായ മന്ത്രിച്ചിരുന്നത് ഹദീസുകളിലുണ്ട്. മന്ത്രിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ട് ഹദീസുകളിൽ ഇങ്ങനെ കാണാം, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുൻനിർത്തി നിങ്ങൾക്ക് വേണ്ടി എല്ലാ പിശാചിൽ നിന്നും കണ്ണേറിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ഇങ്ങനെ മന്ത്രിച്ച ശേഷം ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്നിവർ ഇങ്ങനെ ചെയ്തിരുന്നതായി അവിടുന്ന് പറയുകയും ചെയ്തു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ ഇവരും വേറെയും ഒരുപാട് ഉദ്ധരിച്ച ഒട്ടേറെ ഹദീസുകൾ കണ്ണേറിനെ കുറിച്ചുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കണ്ണേറിനും വിഷത്തിനും മുറിവുകൾക്കും കുരുപോലെയുള്ള മുറിവുകൾക്കുമൊക്കെ മന്ത്രിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. കണ്ണേർ ബാധിച്ചാൽ മന്ത്രിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുമുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൂർവികരായ മുഫസ്സിറുകളെല്ലാം ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കണ്ണേർ ഏൽക്കാതിരിക്കാനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് അങ്ങനെ പറഞ്ഞത് എന്ന് എഴുതിയത് തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ കണ്ണേറിന് അസ്തിത്വമുണ്ട് എന്നതിന് മതിയായ തെളിവാണ്. അനിസ്ലാമികമാണ് കണ്ണേറിയെങ്കിൽ ഒരു പ്രവാചകൻ ഇങ്ങനെ ചെയ്തു എന്ന് ആരെങ്കിലും പറയോ? ഇനിയിപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്തിൽ അത് അംഗീകൃതമായിരുന്നു എന്ന് പറഞ്ഞാലും രക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ ആ ശരീഅത്തിൽ അതുണ്ടായിരുന്നു, പിന്നീട് അത് ദുർബലപ്പെടുത്തി എന്ന് ആരെങ്കിലും പറയണ്ടേ? ആരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് കണ്ണേർ സത്യമാണ് അന്നും ഇന്നും. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരിക്കൽ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നു. അവിടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞാൻ അവിടെ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര രോഗിയായി കിടക്കുകയാണ്. ഭയങ്കര വേദനയുണ്ട് മഹാനവറുകൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര വേദന, ശക്തമായ വേദന മൂലം തങ്ങൾ വേദനിച്ച് കിടക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ഞാൻ ചെന്നപ്പോൾ അങ്ങനെയാണ്. വൈകിട്ട് ഞാൻ ചെന്നപ്പോൾ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നിരുന്നു, എന്നിട്ട് എന്നെ മന്ത്രിച്ചു. ആ മന്ത്രിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? എല്ലാ കണ്ണേറിൽ നിന്നും അസൂയാലുകളിൽ നിന്നും താങ്കളെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാറ്റിൽ നിന്നും അള്ളാഹുവിൻ്റെ പേരിൽ താങ്കളെ ഞാൻ മന്ത്രിക്കുന്നു, അള്ളാഹു അങ്ങേക്ക് സൗഖ്യം തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് മന്ത്രിച്ചു. അങ്ങനെ എനിക്ക് സുഖപ്പെട്ടു. കണ്ണേറുള്ളതെന്ന് മനസ്സിലായല്ലോ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഏതായാലും ഇനി വിഷയത്തിലേക്ക് വരാം. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനാണ് മക്കളോട് വ്യത്യസ്ത കവാടങ്ങളിലൂടെ പ്രവേശിക്കാൻ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ശരിയാണ്. എങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മറികടക്കാനൊന്നും അതിനാകില്ല. അതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം ശേഷം പറയുന്നത്. മുകളിൽ നമ്മൾ കണ്ട ഹദീസും അത് തന്നെയാണ് പറഞ്ഞത്.
ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അധികാരശക്തി അള്ളാഹുവിന് മാത്രമാണ് എന്നാ ആ വാക്ക് തന്നെ അത് തറപ്പിച്ച് പറയുന്നു. അവൻ്റെ അധികാര പരിധിയിലാണ് എല്ലാ സൃഷ്ടികളും വസ്തുക്കളും. അവൻ്റെ തീരുമാനങ്ങൾ മറികടന്ന് കണ്ണേറ് കൊണ്ട് എന്ന് മാത്രമല്ല, ഏതൊരു ശക്തി കൊണ്ടും ഒന്നും സംഭവിക്കില്ല. അള്ളാഹിൻ്റെ തീരുമാനങ്ങളെ ഒന്നും നടക്കില്ല. കണ്ണേറ് ഏൽക്കുന്നതും അള്ളാഹുവിൻ്റെ കലാ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വേണ്ടുകയും ഉദ്ദേശവും ഇല്ലാത്തത് കൊണ്ടാണല്ലോ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മഹാനവർക്ക് പൊള്ളലേൽക്കാതിരുന്നത്. മനസ്സിലാണ്ടോ? യൂസഫ് നബി അലൈഹി സ്വലാമിനെ മത്സ്യം വിഴുങ്ങിയിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടും മരിക്കാതിരുന്നത് അതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വേണ്ടുകയും ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു വേണ്ടുക വെച്ചാലേ മനുഷ്യൻ തിന്നുള്ളൂ. അങ്ങനെ യൂസുഫ് ഇസ്ലാം മരിക്കുള്ളൂ. ഉണ്ടായിട്ടില്ല. വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണെന്നും അതുകൊണ്ട് എല്ലാവരും അവൻ്റെ മേൽ ഭരമേൽപ്പിക്കണമെന്നുമാണ് ആയത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്. അടുത്ത ആയത്തിലേക്ക് കടക്കാം. 68-ാമത്തെ ആയത്ത്. ഏതായാലും ബാപ്പാൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ശരിക്കും കേട്ട ശേഷം സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. ബാപ്പ പറഞ്ഞതുപോലെ തന്നെ ഈജിപ്തിലെത്താനായപ്പോൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെയാണ് അവർ പ്രവേശിച്ചത്. ഈജിപ്തിൻ്റെ തലസ്ഥാന നഗരിക്ക് അന്ന് 4 കവാടങ്ങളുണ്ടായിരുന്നു എന്ന് തഫ്സീറുകൾ കാണാം. തഫ്സീർ റൂഹുൽ ബയാനിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ പ്രവേശനം വ്യത്യസ്ത രീതിയിലായതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഏതെങ്കിലും മാറ്റിമറിക്കപ്പെടുകയോ അവൻ്റെ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും മറികടക്കാൻ അവർക്ക് സാധിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അതായത് കണ്ണേറ് തട്ടരുത് എന്ന് കരുതിയാണല്ലോ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കടന്നത്. അള്ളാഹുവിൻ്റെ വിധി മറ്റൊന്നായിരുന്നു എങ്കിൽ ഈ സൂക്ഷ്മത കൊണ്ട് നേട്ടമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇനി പറയുന്നത്. ഒരു ഹദീസിൽ എങ്ങനെയുണ്ടല്ലോ, ഏതു സൂക്ഷ്മതയും നിഷ്ഫലമാണ് വിധി മറ്റൊന്നാണെങ്കിൽ. അള്ളാഹിൻ്റെ വിധി മറ്റൊന്നാണെങ്കിൽ എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ല എന്നർത്ഥം. അത് നടക്കും, അള്ളാഹിൻ്റെ തീരുമാനം നടക്കും. എന്നാലും സൂക്ഷ്മത പാലിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. ആ നിലക്കാണ് തൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശ യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറഞ്ഞത്. അപ്പോൾ തൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശ നിറവേറ്റുക മാത്രമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം ചെയ്തത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അത് തീരുമാനങ്ങൾ മറികടക്കുകയോ ഒന്നും അതിന് ചെയ്യാൻ കഴിയില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മനസ്സിൽ അങ്ങനെ തോന്നി. ഇത്രയും ചൊറുക്കുള്ള മക്കളായതുകൊണ്ട് കണ്ണര് തട്ടാതിരിക്കാൻ അങ്ങനെ നിർദ്ദേശം അവരോട് പറയാം. അങ്ങനെ അത്യാവശ്യമാണെന്ന് തോന്നി മഹാനവറുകൾ അങ്ങനെ പറഞ്ഞു, അത്രമാത്രം. തൻ്റെ മക്കളോടുള്ള കാരുണ്യമാണ് അതിന് മഹാനവറുകൾ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ചെയ്തത് വിഡ്ഢിത്തമോ അനാവശ്യമോ ഒന്നുമായിരുന്നില്ല എന്ന് പ്രത്യേകം അള്ളാഹു തആല തന്നെ സൂചിപ്പിക്കുന്നുണ്ടതിന് ശേഷം ആ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് മഹാനവറുകളെ അള്ളാഹു തആല നന്നായി പുകഴ്ത്തുന്നുണ്ട്. വഇന്നഹു ലദു ഇൽമിൻ, നാം വഹി മുഖേന വസ്തുതകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹം മഹാവിജ്ഞാനിയാണ് എന്നാണ് പുകഴ്ത്തി പറയുന്നത്. പക്ഷേ ഇങ്ങനെ അമ്പിയാ മുർസലുകൾക്ക് നാം നൽകുന്ന അറിവ്, അവരുടെ കഴിവ്, പദവി ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്ക ആളുകളും അറിവില്ല. ആളുകൾക്കൊന്നും അറിയില്ല. അമ്പിയാക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും മിക്ക ആളുകൾക്കും അത് അറിയില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാം നല്ല വിവരമുള്ള ആളാണ്. ആയത്ത് നോക്കാം. 68-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. ولما دخلوا അങ്ങനെ അവർ പ്രവേശിച്ചപ്പോൾ പട്ടണത്തിലേക്ക് കടന്നപ്പോൾ മിൻ ഹൈസു അമറഹും അബൂഹും, അവരുടെ പിതാവ് കൽപ്പിച്ച അതേ രൂപത്തിൽ അവർ പട്ടണത്തിലേക്ക് കടന്നപ്പോൾ മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈഅ, അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ഒന്നും തന്നെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിനാകുമായിരുന്നില്ല. ഇല്ലാ ഹാജത്തൻ ഫി നഫ്സി യഅ്ഖൂബ ഖളാഹ, തൻ്റെ മനസ്സിലെ ഒരാവശ്യം യാക്കൂബ് നബി അലൈഹി സ്വലാം നിർവഹിച്ചു എന്ന് മാത്രം. വാപ്പ പറഞ്ഞതുപോലെ അവർ ഈജിപ്തിലേക്കാണ് കടന്നു. ആ വാപ്പ പറഞ്ഞതുപോലെ കടന്നു എന്നതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുണ്ടാവുന്ന തീരുമാനം എന്തെങ്കിലും പ്രതിരോധിക്കാൻ യാക്കൂബ് നബിക്കാകുമോ? ഇല്ല. അള്ളാഹിൻ്റെ തീരുമാനം നടക്കുള്ളൂ. പക്ഷേ ഇല്ലാ ഹാജത്ത് ഫി നഫ്സി യാക്കൂബ്, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം തോന്നി, ഒരു ആവശ്യം തോന്നി, ഒരു താല്പര്യം തോന്നി. ഖലാഹ, അത് മൂപ്പർ പറയുകയും ചെയ്തു, അത് നിർവഹിക്കുകയും ചെയ്തു. മൂപ്പർ മനസ്സിൽ തോന്നിയ ഒരു ഹാജത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാം ഖലാഹ, അതിന് നിർവഹിച്ചു. അത്രമാത്രമേ നടന്നിട്ടുള്ളൂ. മക്കൾ പോകുമ്പോൾ അവരോട് ഇങ്ങനെ പറയണം, വ്യത്യസ്ത വരവ് കിടക്കണം കേട്ടോ, കണ്ണീർ തട്ടാതിരിക്കാൻ, അത് പറയണം, നന്നാവും എന്ന് മൂപ്പർക്ക് തോന്നി. മഹാനവറുകൾ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള വല്ലതും മിനല്ലാഹി മിൻ ഷൈഇൻ, അള്ളാഹുവിൽ നിന്ന് വല്ലതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വല്ല തീരുമാനങ്ങളെയും ഈ പറച്ചിന് മറികടക്കാൻ കഴിയുമോ? ഇല്ല. പ്രതിരോധിക്കാൻ കഴിയുമോ? ഇങ്ങനെ എല്ലാവരും വേറെ വേറെ വാതിൽ കൂടി പോയി വിചാരിച്ചിട്ട് കണ്ണേറ് തട്ടാൻ അള്ളാഹെ തീരുമാനിക്കുകയാണെങ്കിൽ കണ്ണേറ് തട്ടൂലേ? തട്ടും.
പക്ഷേ ഒരു ഒരു മുൻകരുതലെടുത്തതാണ് മഹാനവർകൾ. അങ്ങനെ പറയണമെന്ന് തോന്നിയാൽ പറയുകയും ചെയ്യും. അതാണ് ഇല്ലാ ഹാജത്തുൻ ഫി നഫ്സി യഅഖൂബ ഖളാഹാ. എന്താണ് എൻ്റെ ആശയം ഒന്നുകൂടി പറയാം. പിതാവ് കൽപ്പിച്ച അതേ രൂപത്തിൽ അവർ ഈജിപ്തിൽ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകുന്ന ഒന്നും തന്നെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിനാകുമായിരുന്നില്ല. തൻ്റെ മനസ്സിൽ ഒരാവശ്യം യാക്കൂബ് നബി അലൈഹിസ്സലാം നിർവഹിച്ചു എന്ന് മാത്രം. വഇന്നഹു ലദു ഇൽമിൻ, അദ്ദേഹം വളരെ വിജ്ഞാനി തന്നെയാണ്, നല്ല അറിയുന്ന ആളാണ്. ലിമാ അല്ലംനാഹു, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട്. വലാകിന്ന, പക്ഷേ അക്സറന്നാസി, അധിക ആളുകളും ലാ യഅലമൂൻ, യാഥാർത്ഥ്യം അറിയാത്ത ആളുകളാണ്. ശരി, 69-ാമത്തെ ആയത്ത് നോക്കാം. ബിന്യാമീനും 10 സഹോദരങ്ങളും ഈജിപ്തിലെത്തുകയാണ്. അവർ ഈജിപ്തിലെത്തിയ രാജാവിൻ്റെ സന്നിധിയിൽ ഹാജരായി. വിഭ്രഞ്ചകമായ രംഗം പരിശുദ്ധ ഖുർആൻ മുഫസ്സിരീങ്ങളൊക്കെ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. എന്താണ് ആ രംഗം? അല്ലേ, എല്ലാവരും പേരാണ് യൂസഫ് നബി അലൈഹി സ്വലാം മുന്നിലേക്ക്. ഇമാം റാസി എഴുതുന്നുണ്ട്, ഇവർ വന്നപ്പോൾ യൂസഫ് നബി അലൈഹി സ്വലാം അടുത്തെത്തിയപ്പോൾ എല്ലാവരോടും യൂസഫ് നബി അലൈഹി സ്വലാം കുശലം ചോദിച്ചു. എല്ലാവരോടും നാട്ടുവിവരങ്ങളും വീട്ടുവിവരങ്ങളൊക്കെ ചോദിച്ചു. അവരെ രാജകീയമായി സൽക്കരിച്ചു. ഭക്ഷണം കഴിക്കുന്ന സമയപ്പോൾ രണ്ടുപേരെ വീതം ഓരോ സുപ്രയിലിരുത്തി. അപ്പോൾ പിന്നെ ഒരാൾ ബാക്കിയാവില്ലേ? ആരാ ബാക്കിയായത്? ബിന്യാമിൻ എന്നവർ ബാക്കിയായി. ബിന്യാമിൻ ഇങ്ങനെ ബാക്കിയായപ്പോൾ ഒറ്റപ്പെട്ടപ്പോൾ കരയാൻ തുടങ്ങിയെന്ന്. എൻ്റെ സഹോദരൻ യൂസുഫ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ കൂടെ ഇരുത്തുമായിരുന്നല്ലോ, എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുത്തുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കരാൻ തുടങ്ങി. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു സഹോദരന്മാരോട്, നിങ്ങളെ സഹോദരൻ ബിന്യാമിൻ ഒറ്റക്കായല്ലോ എന്ന് പറഞ്ഞിട്ട് ബിന്യാമീനെ തൻ്റെ കൂടെ ഭക്ഷണത്തിനിരുത്തി. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ഒറ്റക്കായപ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ട് മഹാനവറുകൾ തൻ്റെ കൂടെ ഭക്ഷണത്തിനിരുത്തി. സഹോദരന്മാർക്ക് അറിയില്ലല്ലോ യൂസഫ് നബിയാണെന്നൊന്നും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആവശ്യം അല്ലേ? അപ്പം ഭക്ഷണം കഴിഞ്ഞ് ഇനി ഉറങ്ങാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേ, റൂം തയ്യാറാക്കണ്ടേ? അങ്ങനെ എന്തായി? ഈ രണ്ടു പേർക്ക് വീതം ഓരോ മുറി അനുവദിച്ചു കൊടുക്കാൻ ഉത്തരവിട്ടു. 2 ആളുകൾ ഓരോ മുറിയിൽ താമസിക്കട്ടെ. അപ്പം അങ്ങനെ അപ്പോൾ വീണ്ടും ബിന്യാമീൻ എന്നവർ ഒറ്റക്കായി. അത് യൂസഫ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ഇവൻ ഒറ്റക്കല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവനെ ഞാൻ കൂടെ കൂട്ടാം എന്ന് പറഞ്ഞിട്ട്, ഇവൻ എൻ്റെ കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് യൂസഫ് നബി അലൈഹി സ്വലാം ബിന്യാമീനെ കൂടെ താമസിപ്പിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ അവർ ആ താമസിക്കേണ്ട ഇടയിൽ മരിച്ചുപോയ സഹോദരനെ കുറിച്ച് ബിന്യാമീൻ ഇങ്ങനെ ദുഃഖം പറയുന്നത് കേട്ടപ്പോൾ യൂസഫ് നബി അലൈഹി സ്വലാമിന് സങ്കടം തോന്നി. യൂസഫ് നബി അലൈഹി സ്വലാമാണത് മരിച്ചുപോയ സഹോദരൻ എന്ന് പറഞ്ഞത് യൂസഫ് നബി അലൈഹി സ്വലാമാണ്. ബിന്യാമീൻ വിചാരിച്ചാൽ എന്താ, യൂസഫ് മരിച്ചു പോയിട്ടുണ്ടെന്നാണ് അലൈഹി സ്വലാം. അപ്പോൾ അങ്ങനെ സങ്കടം തോന്നിയപ്പോൾ യൂസഫ് നബി അലൈഹി സ്വലാം ബിന്യാമിനോട് ചോദിച്ചത്രേ, ഞാൻ ആ സഹോദരന് പകരം നിൽക്കാം, നിൻ്റെ ആ സഹോദരന് പകരം ഞാൻ നിൽക്കാം, നിനക്ക് തൃപ്തിയാകുമോ, സന്തോഷമാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബിന്യാമിൻ പറഞ്ഞത്രേ, താങ്കൾ നല്ല മനുഷ്യനല്ലേ, താങ്കളെപ്പോലെ സഹോദരൻ ആർക്കാ കിട്ടുക? പക്ഷേ നിങ്ങളെ ഉമ്മയും ബാപ്പയും റാഹീലും യാക്കൂബും അല്ലല്ലോ, എൻ്റെ ഉമ്മയും ബാപ്പയും അല്ലല്ലോ എന്നർത്ഥം. എന്തൊരു സങ്കടകരമായ അർത്ഥമാണ് പറയുന്നത്. നിങ്ങൾ നല്ല ആളെ, നിങ്ങളെപ്പോലെ ഒരു കൂട്ടുകാരൻ ആർക്കാ കിട്ടുക? പക്ഷേ നിങ്ങളെപ്പോലെ സഹോദരൻ ആർക്കാ കിട്ടുക? പക്ഷേ നിങ്ങളെ ഉമ്മ എൻ്റെ ഉമ്മയും ബാപ്പയും അല്ലല്ലോ, റാഹീലും യാക്കൂബും അല്ലല്ലോ അലൈഹിസ്സലാം. ഇത് കേട്ടപ്പോൾ യൂസഫ് നബി അലൈഹി സ്വലാം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. മഹാനുകൾ കരഞ്ഞുപോയിട്ട് സങ്കടമടക്കാൻ കഴിയാതെ ബിന്യാമിൻ എന്നവരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് നിന്റെ സഹോദരൻ, ഞാൻ തന്നെയാണ് യൂസുഫ്. മോനെ നീ സങ്കടപ്പെടണ്ട, ഇവർ ഇത്രയും ചെയ്തു കൂട്ടിയ ഒരുപാട് സംഗതികൾ, അതിനെക്കുറിച്ചൊന്നും നീ വിഷമിക്കണ്ട. യാ അല്ലാഹ്, പതിറ്റാണ്ടുകളുടെ നീണ്ടുപോകുന്ന പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും അതൊന്നും ആലോചിച്ച് നീ പേടിക്കണ്ട. യൂസഫ് നബി അലൈഹി ഒക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. യൂസഫ് നബി അലൈഹി സ്വലാം ബിന്യാമിന് ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്നൊഴിയാതെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് കേട്ടിട്ടൊന്നും പേടിക്കണ്ട കേട്ടോ, സങ്കടപ്പെടേണ്ട. പണ്ട് എന്നെ അവർ കൊല്ലാനൊരുങ്ങിയത്, കിണറ്റിലെറിഞ്ഞത്, നിന്നോട് തന്നെ ഒരു അന്യതാബോധം അവർ കാണിച്ച് പുലർത്തുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബിന്യാമിനെ സമാധാനിപ്പിക്കുകയും ചെയ്തു. നോക്കൂ 69-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون ولما دخلوا അങ്ങനെ അവർ കടന്നു ചെന്നപ്പോൾ അലാ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് ആവാ ഇലൈഹി അഖാഹു, സ്വന്തം സഹോദരനെ അദ്ദേഹം തൻ്റെ ഒപ്പം താമസിപ്പിച്ചു. ആവാ ഇലൈഹി, തൻ്റെ ഒപ്പം താമസിപ്പിച്ചു. ആരെ? അഖാഹു, തൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാം ബിന്യാമീനെ കൂടെ താമസിപ്പിച്ചു.
എന്നിട്ട് ഖാല വർത്താനം പറയുന്ന ഇടയിൽ പറഞ്ഞു, ഇന്നി തീർച്ചയായും ഞാൻ, അന ഇന്നി അന തീർച്ചയായും ഞാൻ, അഹൂക്ക അന അഹൂക്ക ഞാനാണ് നിന്റെ ആ സഹോദരൻ. രഹസ്യമായിട്ട് പറഞ്ഞു കേട്ടോ, മറ്റൊന്നും അറിയില്ല, രണ്ടാളും ഒറ്റക്കല്ലുള്ളൂ. എന്നിട്ട് അദ്ദേഹം രഹസ്യമായി പറഞ്ഞു, ഇന്നി അന അഹൂക്ക നിന്റെ സഹോദരൻ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഫലാ തബ്തഇസ് നീ വ്യസനിക്കേണ്ടതില്ല, ബിമാ കാനൂ യഅമലൂൻ അവരുടെ ചെയ്തികളെ പറ്റി, അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊന്നും നീ വിഷമിക്കേണ്ട. ഒരു പക്ഷേ മഹാനവറുകൾ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു രഹസ്യം കൂടെ ബിന്യാമിനോട് പറഞ്ഞിരിക്കാം. അത് സ്വാഭാവികമാണ്. എന്തായിരിക്കും രഹസ്യം? പിന്നെ നിന്നെ ഇവിടെ എൻ്റെ അടുത്ത് തന്നെ നിർത്താനും അവരുടെ കൂടെ തിരിച്ചയക്കാതിരിക്കാനും അടുത്ത ആദ്യം കാണുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ സൂത്രം ഞാൻ ചെയ്യൂട്ടോ എന്ന രഹസ്യം യൂസുഫ് നബി അലൈഹി സ്വലാം ബിന്യാമിനോട് പറഞ്ഞിരിക്കുകയും ചെയ്യാം. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ അവസരമാണല്ലോ. അപ്പോൾ ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം ബിന്യാമിനോട് പറഞ്ഞിട്ടുണ്ടാവാം, എന്ത് നിന്നെ ഇവിടെ തന്നെ നിർത്താനും അവരെ കൂടെ തിരിച്ചയക്കാതിരിക്കാനും എന്തെങ്കിലും സൂത്രം ഞാൻ ഒപ്പിക്കൂട്ടോ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ബാക്കിയുള്ള ഭാഗം പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണം. അല്ലാഹ് മഹാന്മാരായ അമ്പിയാ മുർസലുകളുടെ കൂടെ ഞങ്ങളെ ഇന്ന് സ്വർഗ്ഗത്തിൽ കൂട്ടണം റഹ്മാനെ. ഞങ്ങളെല്ലാ തെറ്റുകുറ്റവും പുറത്തു തരണം അല്ലാഹ്. ദീനും ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തി തരണം തമ്പുരാനെ. ഒരുപാട് കാലം നിന്റെ ഖുർആനും ദീനും ഇൽമിനും റാഹത്തായി സന്തോഷത്തോടുകൂടി ഇഖ്ലാസോടെ ഖിദ്മത്തിൽ അവസരം നൽകണേ അല്ലാഹ്. ദുആന്റെ വസിയത്ത് എല്ലാവർക്കും ഖൈർ നൽകണേ തമ്പുരാനെ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്കും മരിച്ചുപോയവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.